ഫസ്റ്റ് സ്റ്റെപ്പ് പ്രൊജക്റ്റ് ആണ് നമ്മൾ ഷെയർഡ് പ്രിഫറൻസസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് പ്രൊജക്റ്റ് വീഡിയോസ് ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. ഇതുവരെ ഫെമിലിയർ അല്ലാത്തവർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോസ് എല്ലാം ഫെമിലിയർ ആയതിനു ശേഷം ഈ വീഡിയോ കാണുക. ഓക്കെ, ദെൻ ആ പ്രൊജക്റ്റിലെ ലോഗിൻ ഡോട്ട് ജാവ എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും നമ്മളുടെ ലോഗിൻ സെക്ഷനിലോട്ടുള്ള ഒരു ബട്ടൺ ഉണ്ടായിരിക്കും. ആ ബട്ടണിലാണ് നമ്മൾ ഈ ഷെയർഡ് പ്രിഫറൻസസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇതിൽ ഓതൻറ്റിക്കേഷൻ സെക്ഷൻ എല്ലാം വരുന്നുണ്ട്, നമ്മൾ ഡാറ്റാബേസ് കണക്ഷൻ എല്ലാം വരുന്നുണ്ട്. തൽക്കാലം നമ്മളത് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് ഇൻറ്റൻറ്റ് പാസ് ചെയ്യുമ്പോൾ ഷെയർഡ് പ്രിഫറൻസസ് വർക്കൗട്ട് ചെയ്യുന്നതും ഡാറ്റ ലോക്കലി സ്റ്റോർഡ് ആവുന്നതുമാണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ബേസിക് ലെവൽ. ഇതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഒരു ബൂലിയൻ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് ലോക്കലി സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് സ്ട്രിങ് വാല്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലോക്കലി സ്റ്റോർ ചെയ്യാൻ കഴിയും ഷെയർഡ് പ്രിഫറൻസസ് വെച്ച്. ഇപ്പോൾ ഒരു ബേസിക് ലെവലിൽ അത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. ഞാൻ ഒരു ബേസിക് ലെവലിൽ എങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ലോഗിൻ ബട്ടൻ്റെ ഓൺ ക്ലിക്ക് സെക്ഷനിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഷെയർഡ് പ്രിഫറൻസസ് ഈക്വൽ ടു ഗെറ്റ് ഷെയർഡ് പ്രിഫറൻസ്. ദെൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ള നെയിം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ആ യൂസർ എന്ന് കൊടുത്തിട്ടുള്ള നെയിം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. We need this editor to put the value into the XML file. Editor.put boolean is user login true. ഈ വാല്യൂ ആണ് നമ്മളുടെ ലോക്കലി സ്റ്റോർഡ് ആവുക. അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ലോഗിൻ പേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്പ്ലാഷ് ഡോട്ട് ജാവ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്ക്രീൻ, സ്പ്ലാഷ് സ്ക്രീൻ. സോ ഫസ്റ്റ് സ്ക്രീൻ ലോഡ് ആകുമ്പോൾ തന്നെ ഷെയർഡ് പ്രിഫറൻസസിൽ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്കത് ഫെച്ച് ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള കോഡാണ് നമ്മൾ എഴുതുന്നത്. പബ്ലിക് വോയിഡ് റൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിന് തൊട്ട് താഴെയായിട്ട് ഷെയർഡ് പ്രിഫറൻസസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഹിയർ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഓൾറെഡി നമ്മുടെ XML ഫയലിൽ നമ്മുടെ ഷെയർഡ് പ്രിഫറൻസസിൽ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ, എക്സിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി ഹോം പേജിലോട്ട് പോകണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളൊരു സക്സസ്ഫുൾ ലോഗിൻ ചെയ്തിട്ടില്ല, ഈ ആപ്പ് ത്രൂ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ലോഗിൻ പേജിലോട്ട് പോകണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ കോഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇഫ് പ്രിഫറൻസസ് ഡോട്ട് കണ്ടെയ്ൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സെയിം ആയിരിക്കണം. നമ്മൾ ലോഗിൻ ഡോട്ട് ജാവയിൽ കൊടുത്തിട്ടുള്ള അതേ വാല്യൂ തന്നെ ആയിരിക്കണം നമ്മളിവിടെ ഡബിൾ കോട്ട്സിൽ കൊടുക്കേണ്ടത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് ഓൺലി ഒരു ബൂലിയൻ ചെക്കിംഗ് ആണ് നടക്കുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് സ്ട്രിങ് വാല്യൂ അത് സ്റ്റോർ ചെയ്തതിന് ശേഷം അതിന് ക്രോസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോഡ് ആഡ് ചെയ്യാവുന്നതാണ്. അത്
നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇനി എൽസ് പാർട്ടിൽ ഇവിടെ ഷെയ്ഡ് പ്രിഫറൻസസിൽ ഒരു വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ ലോഗിൻ സ്ക്രീനിലോട്ട് ഇൻറ്റൻറ്റ് കൊടുക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. ഗെറ്റ് ഷെയർഡ് പ്രിഫറൻസസ് കഴിഞ്ഞതിന് ശേഷം ഡബിൾ കോട്ട്സിൽ യൂസർ എന്ന് തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക splash.javaയിൽ. സെയിം തന്നെ കൊടുക്കണം നമ്മൾ login.javaയിലും splash.javaയിലും. ഓക്കെ, ദെൻ ഇനി റൺ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു പെർട്ടിക്കുലർ ഡാറ്റ, ഒരു പെർട്ടിക്കുലർ വാല്യൂ മാത്രമാണ് നമ്മുടെ ലോക്കൽ സ്റ്റോറേജിൽ സ്റ്റോർ ആവുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്യണം എങ്കിൽ അത് നിങ്ങൾ എൻക്രിപ്റ്റ് ചെയ്യണം. കാരണം അതാണ് ഒന്നുകൂടി ഒരു ലൈവ് ആപ്ലിക്കേഷൻ ആകുമ്പോൾ എൻക്രിപ്റ്റ് ചെയ്യുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ, നിങ്ങളുടെ യൂസേഴ്സിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലേർട്ട് ബോക്സ് ആഡ് ചെയ്യാൻ കഴിയുന്നതാണ്. യൂസറിന് സേവ് ചെയ്യണോ അതോ വേണ്ടോ എന്നുള്ള ഒരു കൺഫർമേഷൻ ബോക്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ടൈം ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ ലോഗിൻ സ്ക്രീനിലോട്ട് വരുന്നു. അതിനുശേഷം ഓതൻറ്റിക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഹോം പേജിലോട്ട് പോകുന്നത്. ദെൻ സെക്കൻഡ് ടൈം ദ സെയിം യൂസർ ലോഗിൻ ചെയ്യുന്ന സമയത്ത്, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലോഗിൻ സ്ക്രീനിലേക്ക് വരുന്നതിന് പകരം ഹോം സ്ക്രീനിലേക്ക് ഓട്ടോമാറ്റിക്കലി ലോഡ് ആവുന്നു. സോ അതാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഷെയർഡ് പ്രിഫറൻസസ് എക്സിക്യൂട്ട് ആയിരിക്കുന്നു. ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യുമ്പോൾ, ഓതൻറ്റിക്കേറ്റ് ചെയ്യുമ്പോൾ XML ഫയലിലേക്ക് സ്റ്റോർ ആയിട്ടുള്ള ആ ഒരു ലോക്കൽ വാല്യൂ വെച്ചിട്ട് നമ്മൾ ഷെയർഡ് പ്രിഫറൻസസ് കമ്പയർ ചെയ്ത് എക്സിസ്റ്റിംഗ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം ഹോം സ്ക്രീനിലോട്ട് ലോഡായി. ഓക്കെ, സോ നിങ്ങളിത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഒരു ലൈവ് ആപ്ലിക്കേഷനിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിൽ എൻക്രിപ്ഷൻ, അലേർട്ട് ബോക്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ബൂലിയൻ യൂസ് ചെയ്യുന്ന പകരം സ്ട്രിങ് യൂസ് ചെയ്യാം. അതുപോലെ അത് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുകൂടി എക്സ്ട്രാ സെക്യൂർഡ് ചെയ്തിട്ട് അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ മുൻകൂട്ടി കരുതുക എന്നുള്ളതാണ് ഒരു ലൈവ് ആപ്ലിക്കേഷൻ നിങ്ങൾ ലോഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ഷെയർഡ് പ്രിഫറൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, എല്ലാവർക്കും ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. വി വിൽ മീറ്റ് അഗൈൻ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ബൈ.